ഇപ്പോൾ VM സുധീരൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. UDF വിടാനുള്ള കേരള കോൺഗ്രസ് എം തീരുമാനത്തിൽ അതിയായ ദുഃഖമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി മത്സരിക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു വരുന്ന ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ തീരുമാനം പെട്ടെന്നെടുത്ത ഒരു തീരുമാനം എന്ന നിലയിലേ കാണാനാവും. ഏറ്റവും അവസാനം ചേർന്ന UDF യോഗത്തിൽ മാണി സാറ് വ്യക്തിപരമായ കാരണങ്ങളാൽ വന്നിരുന്നില്ല. പക്ഷെ അദ്ദേഹവുമായി മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയും ഫോണിൽ സംസാരിച്ചു. ഓഗസ്റ്റ് 4-ന് UDF MLA-മാരുടെ സെക്രട്ടേറിയറ്റ് സത്യാഗ്രഹത്തിന് അവരോട് അദ്ദേഹം സമ്മതം അറിയിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ UDF MLA-മാരുടെ സത്യാഗ്രഹത്തെ മുൻനിർത്തിയാണ് ഈ സംസാരമുണ്ടായത്. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്നത് മാണി സാറ് തന്നെ 4-ന് അസൗകര്യമുണ്ട്, പക്ഷേ 8, 9, 10 ഈ തീയതികളിൽ ഏതെങ്കിലും ഒരു തീയതിയിൽ ഒരു ദിവസം ഈ സമരം നടത്തുന്നതിന് സൗകര്യമാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് UDF-ന്റെ MLA-മാരുടെ സത്യാഗ്രഹം 10-ാം തീയതിയിലേക്ക് നിശ്ചയിച്ചത്. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്നും വളരെ വ്യക്തമാണ്. ഈ സന്ദർഭം വരെ ഇപ്പോൾ എടുത്ത ഒരു കടുത്ത തീരുമാനം പോലെ ഏതെങ്കിലും ഒരു തീരുമാനം അവരുടെ മനസ്സിലില്ലായിരുന്നു. അതാണ് പൊടുന്നനവെ എടുത്ത ഒരു തീരുമാനം എന്ന നിലയിൽ അതിനെ വിശേഷിപ്പിക്കാൻ കാരണം. തന്നെയുമല്ല, തെരഞ്ഞെടുപ്പിന് മുമ്പോ തെരഞ്ഞെടുപ്പിന് ശേഷമോ UDF-ന്റെ ഒരു യോഗത്തിലും ഇപ്പോൾ അവർ പറയുന്ന ഒരു പ്രശ്നവും ഉന്നയിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന UDF യോഗത്തിൽ ആകെ കേരള കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞൊരു കാര്യം, സീറ്റ് വിഭജനം സംബന്ധിച്ച അന്തിമ തീരുമാനം ഫോണിലൂടെ അറിയിച്ചത് ഉചിതമായില്ല എന്ന് മാത്രമാണ്. മറ്റൊരു തരത്തിലുള്ള ഒരു ആക്ഷേപമോ ഒരു പ്രശ്നമോ അവർ ഉന്നയിച്ചിട്ടില്ല.
ഇപ്പോഴത്തെ തീരുമാനം കാണുമ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകുന്നത്, അവർ മുന്നണി വിടാൻ ആദ്യം തീരുമാനിച്ചു. കാരണങ്ങൾ പിന്നെ കണ്ടെത്താനാണ് ശ്രമിച്ചത്. ആദ്യം മുന്നണി വിടാൻ തീരുമാനിക്കുക, പിന്നീട് കാരണം കണ്ടെത്താൻ ശ്രമിക്കുക. ആ ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടത്. തന്നെയുമല്ല, ഇപ്പോൾ പറയുന്ന കാരണങ്ങളൊന്നും ഒരു മുന്നണി സംവിധാനത്തിൽ നിന്നും വേർപിരിഞ്ഞു പോകുന്നതിന്, വിട്ടുപോകുന്നതിന് പര്യാപ്തമായിട്ടുള്ളതല്ല. UDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ അവർ മുന്നണി വിടുമായിരുന്നോ? ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പ് രംഗത്ത് വിജയവും പരാജയവും സ്വാഭാവികമാണ്. വിജയത്തിൽ ഒന്നിച്ചു നിന്ന് ആഹ്ലാദിക്കുന്നത് പോലെ തന്നെ, അധികാരം പങ്കിടുന്നത് പോലെ തന്നെ, പരാജയപ്പെടുമ്പോഴും പതറാതെ ഒന്നിച്ചു നിൽക്കാനുള്ള സാമാന്യ മര്യാദ പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രത്യേകിച്ചും വർഗീയ ശക്തികളായിട്ടുള്ള BJP, വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള BJPയും അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള CPMഉം ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒന്നിച്ചു നിന്ന് ചെറുക്കാനുള്ള ആ ബാധ്യത നിറവേറ്റാതെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്, അതിൽ നിന്നും ഒളിച്ചോടുന്നത് രാഷ്ട്രീയ തറവാടിത്തത്തിന് ചേർന്ന ഒരു നടപടിയായി ആരും കാണില്ല. അവസരവാദ രാഷ്ട്രീയത്തിന്റെയും ഭാഗ്യാന്വേഷണത്തിന്റെയും സാധ്യതകൾ തേടിയുള്ള ഒരു നീക്കം എന്നുള്ള നിലയിലെ അതിനെ കാണാനാകും. കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഘടകകക്ഷി എന്നുള്ള നിലയിൽ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് എന്നും നീതിപൂർവമാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പേ കേരള കോൺഗ്രസിൽ വലിയൊരു ഭിന്നിപ്പാണ് ഉണ്ടായത്. വളരെ അറിയപ്പെടുന്ന മുതിർന്ന നേതാക്കൾ, അതുപോലെ കേരള കോൺഗ്രസിലെ അണികളിൽ നല്ലൊരു ഭാഗം അവരെ വിട്ടുപോയി. സ്വാഭാവികമായി അവർക്ക് നേരത്തെയുള്ള നിയമസഭാ സീറ്റുകളിൽ കുറവുണ്ടാകും അവർ പോലും വിശ്വസിച്ചിരുന്നു, അവർ പോലും കരുതിയിരുന്നു. പക്ഷേ കോൺഗ്രസ് ഏറ്റവും മാന്യമായി
നേരത്തെ അവർക്കുണ്ടായിരുന്ന അതേ 15 സീറ്റുകൾ നൽകാൻ തയ്യാറായി. ഭിന്നിപ്പ് മൂലം ദുർബലമായ കേരള കോൺഗ്രസിന് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ നൽകണമായിരുന്നോ എന്ന ഒരു ചോദ്യം മുന്നണിയുടെ പല തലത്തിലും ഉയർന്നു വന്നിരുന്നു. അങ്ങേയറ്റത്തെ രാഷ്ട്രീയ മര്യാദ പാലിച്ചുകൊണ്ട് കേരള കോൺഗ്രസിനെ ദുർബലപ്പെടുത്താൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. കേരള കോൺഗ്രസിനെ ദുർബലമാക്കുക എന്നുള്ളതല്ല, ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അതുകൊണ്ട് ആള് പോയാലും നേതാക്കൾ അവരെ വിട്ടുപോയാലും അതൊന്നും പരിഗണിക്കാതെ നേരത്തെയുള്ള അതേ 15 സീറ്റ് തന്നെ നൽകാൻ തയ്യാറാണ്. തന്നെയുമല്ല, അവർ നിർത്തിയ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അങ്ങേയറ്റം പാടുപെട്ടാണ് പാർട്ടി പ്രവർത്തകർ പ്രവർത്തിച്ചത്. ഇപ്പം മലബാറിലൊക്കെ നമുക്കറിയാം, കേരള കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് നാമമാത്രമായി പോലും ആളുകളില്ലാത്ത സ്ഥലത്ത് അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി CPM-ന്റെ BJP-യുടെ അതിക്രമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരാണ് ജീവൻ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്തോ അതിനുശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള ആക്ഷേപവും അവർ ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആക്ഷേപമായിട്ടേ കാണാനാകും. പ്രതിസന്ധി ഘട്ടത്തിൽ അവരോടൊപ്പം നിന്ന പ്രസ്ഥാനമാണ് കോൺഗ്രസ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബാർഗോഴ വിവാദം ഉണ്ടായപ്പോൾ വളരെയേറെ നഷ്ടം സഹിച്ചു. മാണി സാറിനെ തള്ളിപ്പറയാതെ അവർക്ക് ആവശ്യമായ സംരക്ഷണം നൽകാനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ എല്ലാവരും ചർച്ച ചെയ്ത് പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് നീക്കിയിട്ടുള്ളത്. കോൺഗ്രസിനെ ഭിന്നിപ്പിക്കാനോ കോൺഗ്രസ് നേതാക്കളിൽ ചിലരെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനോ ആര് ശ്രമിച്ചാലും, അത് കേരള കോൺഗ്രസ് ശ്രമിച്ചാലും അത് വിലപ്പോവില്ല. ആ തരം ശ്രമങ്ങൾ വിജയിക്കില്ല. കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കും. കേരള കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം അവരുടെ രാഷ്ട്രീയ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ രാഷ്ട്രീയ വിശ്വാസ്യത അവർ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. മതിയായ കാരണങ്ങളില്ലാതെ താൽക്കാലികമായ വികാര വിക്ഷോഭങ്ങളാൽ മുന്നണി മാറുന്ന ഈ രീതി
അവരെ ആരും വിശ്വാസത്തിലെടുക്കാത്ത ഒരു തലത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. ഈ ഒരു അവസ്ഥ അവർക്ക് വന്നതിൽ അതിയായ ദുഃഖമുണ്ട്. ഇപ്പോൾ അവർ സ്വീകരിച്ചിട്ടുള്ളത് സമദൂര സിദ്ധാന്തം എന്ന് വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. അവരുടെ നിലപാടിനെ ഒരു അവസരവാദ സിദ്ധാന്തമായിട്ടേ ആരും നോക്കിക്കാണും. അവരുടെ അണികൾ പോലും അങ്ങനെയേ ചിന്തിക്കൂ എന്നാണ് തോന്നുന്നത്. ഈ തീരുമാനം തെറ്റാണെന്ന് ഏറെ താമസിയാതെ അവർക്ക് തന്നെ ബോധ്യപ്പെട്ട് അവർ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടാകും എന്നതിൽ സംശയമില്ല. കേരള കോൺഗ്രസിന്റെ ഈ തീരുമാനം കൊണ്ട് മുന്നണിക്കോ കോൺഗ്രസിനോ ഏതെങ്കിലും തരത്തിലുള്ള ശക്തി ദൗർബല്യങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. കോൺഗ്രസിന്റെയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെയും ജനകീയ അടിത്തറയെ ഇത് തെല്ലും ബാധിക്കില്ല. കേരള കോൺഗ്രസിനെ കാലങ്ങളായി അനുകൂലിച്ചു വരുന്ന സാധാരണ ജനങ്ങൾ ഈ തീരുമാനത്തോടൊപ്പം നിൽക്കില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ജനങ്ങളോടൊപ്പം നിന്ന് ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിച്ച് BJP ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തിനും CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ ശക്തമായി പടപുരുതി കേരളത്തിലെ കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയും മുന്നോട്ട് പോകും. കേരള കോൺഗ്രസിന്റെ ഈ തീരുമാനത്തോട് ജനാധിപത്യ വിശ്വാസികൾക്കും കോൺഗ്രസ് അണികൾക്കും സ്വാഭാവികമായ പ്രതിഷേധമുണ്ടാകും. പക്ഷേ വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് പോകാതിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കേരള കോൺഗ്രസ് UDF വിട്ടതോടുകൂടി UDF പിരിച്ചുവിടണം എന്ന LDF നേതാക്കളുടെ അഭിപ്രായ പ്രകടനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അതെല്ലാം നിരർത്ഥകമാണ്. കേരള കോൺഗ്രസ് പിരിഞ്ഞാൽ UDF പിരിച്ചുവിടണം എന്നാണ് അവരുടെ നിലപാടെങ്കിൽ ആദ്യം പിരിച്ചുവിടേണ്ടത് LDF ആണ്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും JDU RSP തുടങ്ങിയ കക്ഷികളൊക്കെ LDF-നെ വിട്ടുപോയ സന്ദർഭത്തിൽ അന്ന് അവർ LDF പിരിച്ചുവിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ പറയുന്നതിൽ കഥയുണ്ടാകുമായിരുന്നു. ഇപ്പോൾ ഈ പറയുന്നതിൽ വലിയ കാര്യമില്ല. ഏതായാലും BJP-യും CPM-ഉം മാണിയോട് ഇപ്പോൾ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനോട് ഒരു മൃദു സമീപനമാണ്. പ്രത്യക്ഷത്തിൽ പലതും പറയുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു മൃദു സമീപനമാണ് പ്രകടമാക്കുന്നത്. മാണി സാറിനെ വ്യക്തിപരമായി ആക്ഷേപിച്ച് അപമാനിച്ച്
ഏറ്റവും വലിയ അഴിമതിക്കാരനായി ചിത്രീകരിച്ച CPM-നും BJP-ക്കും അവരുടെ നിലപാടിൽ എങ്ങനെ മാറ്റം വരും, എങ്ങനെ മാറ്റം വരുത്താനാകും എന്നുള്ളത് കേരളം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ അവർ പറഞ്ഞതെല്ലാം വിഴുങ്ങി ഇന്ന് അവർ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയാൽ അവിടെ പ്രകടമാകുന്നത് അവരുടെയൊക്കെ നിലപാടുകളിലെ പൊയ്മുഖമാണ് എന്ന്. പറയുന്നിടത്താണ് കാര്യങ്ങൾ എത്തിച്ചേരുക. ഏതായാലും കേരളത്തിലെ കോൺഗ്രസ് ഈ തരത്തിലുള്ളൊരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചിരുന്നു. UDF നേതൃത്വവും ശ്രമിച്ചിരുന്നു. പക്ഷേ മുൻധാരണ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി നിശ്ചയിച്ച തീരുമാനമനുസരിച്ച് ഇപ്പോൾ ഈ നിലയിൽ തീരുമാനമെടുത്ത കേരള കോൺഗ്രസിന്റെ ഈ തീരുമാനം കേരളത്തിലെ ജനാധിപത്യ ശക്തികളും ജനങ്ങളും തള്ളിക്കളയും എന്ന കാര്യത്തിൽ പരിപൂർണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ പരിസ്ഥിതി തുടരുമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാടുകൾ കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ, അതിനനുവദിക്കുന്നു? അതൊരു പ്രധാന കാര്യമായതുകൊണ്ട് എടുത്തു ചാടി ഒരഭിപ്രായ പ്രകടനത്തിന് ഞാൻ മുതിരുന്നില്ല. കോൺഗ്രസ് പാർട്ടിയിലും UDF-ലും അതേക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യും. കൂട്ടായി ആലോചിച്ച് പറയേണ്ട ഒരു കാര്യമായതുകൊണ്ട് കൂട്ടായി അതേക്കുറിച്ച് ആലോചിക്കും. അല്ല, സ്വാഭാവികമായി ആ രീതിയിലേക്കാണ് പോകുക. പക്ഷെ ഏതായാലും അതേക്കുറിച്ച് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ പറഞ്ഞില്ല. കാരണം അത് കൂട്ടായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. UDF-ലും പിന്നെ കോൺഗ്രസ് പാർട്ടിയിലും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് അല്ല, കോൺഗ്രസ് അങ്ങനെ ഒരു അവസരവാദപരമായ കൂട്ടുകെട്ടിലേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ BJP-യുമായി CPM-യുമായി ഒരു കാരണവശാലും ബന്ധം പാടില്ല എന്ന് തീരുമാനമെടുത്തിരുന്നു. അവരുമായി ഏതെങ്കിലും തരത്തിലൊരു കൂട്ടുകെട്ടിന് സാധ്യത ആരാഞ്ഞിരുന്നെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ കോൺഗ്രസിനുണ്ടാകുമായിരുന്നു. പക്ഷേ അത് വേണ്ടെന്ന് വെച്ചിട്ടുകൊണ്ട് തന്നെ കൃത്യമായ ഒരു വ്യക്തതയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കാര്യം സംബന്ധിച്ചും ഇന്നിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമികമായൊരു പ്രതികരണം മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഗൗരവമായി ചർച്ച ചെയ്യേണ്ടിയിരുന്നു. ഇത് ചർച്ച ചെയ്ത് പാർട്ടിക്കകത്ത് സീനിയർ സഹപ്രവർത്തകരുമായി, മുതിർന്ന നേതാക്കളുമായി, അതോടൊപ്പം തന്നെ ഘടകകക്ഷി നേതാക്കളുമായി UDF-ൽ ചർച്ച നടത്തി ഈ കാര്യത്തിൽ പൊതുവായ ഒരു തീരുമാനം. അല്ല, രാജിവെക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ആവശ്യപ്പെടാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. അവരവരുടെ രാഷ്ട്രീയ ധാർമ്മിക ബോധമനുസരിച്ച് തീരുമാനമെടുക്കേണ്ടത് അവർ തന്നെയാണ്. അതേക്കുറിച്ച് ഇപ്പോൾ ഒരു കമന്റിലേക്ക് കേരള കോൺഗ്രസ് മുന്നണി എടുക്കുമ്പോൾ ആരും അല്പം വൈകാരികമായി പ്രതികരിച്ചു പോയേക്കാം. കാരണം സ്വാഭാവികമായ രാഷ്ട്രീയമായ ചതിയാണ് ഉണ്ടായത്. താങ്കൾ തന്നെ പറയുന്നു വൈകാരികമായ ഒരു പ്രതികരണത്തിലേക്ക് പോകരുത്. എന്താണ് പറയാൻ കാര്യം? മാണി തിരികെ വരും എന്നൊരു പ്രതീക്ഷ. അതായത് ഈ ഒരു ഒന്നിച്ചു നിന്ന ആളുകൾ പിരിയുമ്പോൾ അവർക്കൊരു മാന്യമായ പോകാനുള്ള സാഹചര്യം ഒരുക്കുക. നല്ലൊരു യാത്രയപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ആരെയും കാരണം ഇത്രയും കാലം കൂടെ നിന്നവരെ 34 കൊല്ലം കൂടെ നിന്ന ആളുകൾ പോകുമ്പോൾ
അവർക്ക് ഒരു നല്ലൊരു ആശംസ കൊടുത്ത് അവരെ അല്ല അതല്ല, അതേ സംബന്ധിച്ചൊന്നും ഇപ്പൊ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഏതായാലും ഇപ്പോ അവരവരുടെ തീരുമാനമെടുത്തു, അവരുടെ നിലപാട് വ്യക്തമാക്കി, അതേക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പൊ ആ തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇപ്പൊ പ്രസക്തി. അല്ല, ഇതേക്കുറിച്ച് ഒരു അന്തിമമായ വിശകലനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇപ്പൊ ഒരു പ്രാഥമികമായ ഒരു റിയാക്ഷൻ മാത്രമാണ് ഏതാ ഇടുക്കിയിൽ കോട്ടയത്തൊക്കെ ഈ കോൺഗ്രസ് പ്രവർത്തകർ കുറച്ച് ആഹ്ലാദത്തിലാണ്. ഞാൻ ഒട്ടും അതില് പിന്നെ പൊതുവെ ഈ തീരുമാനങ്ങളിൽ സന്തുഷ്ടനല്ല. വേറൊന്നുമല്ല, ഞാൻ ഇത്രയും കാലം കൂടെ നിന്ന ആളുകള് ഒരു കാരണമില്ലാതെ ഏതെങ്കിലും ഒരു ന്യായമായ കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ തീരുമാനമെടുത്തതെങ്കിൽ നമുക്ക് ദുഃഖമില്ലായിരുന്നു. ഒരു കാരണമില്ലാതെ ഇങ്ങനൊരു തീരുമാനമെടുത്തവർ പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അത് അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ് വരുത്തുന്നത്. അവരെ നാളെ ആളുകൾ ഒരു അവസരവാദപരമായ നിലപാട് സ്വീകരിച്ചവരാണ് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സാഹചര്യം അവർ വരുത്തി വെച്ചു എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന ചോദ്യമുണ്ട്. അങ്ങ് ഫെബ്രുവരി 2014 പ്രസിഡന്റ് ആകും. അതിനുശേഷം മുന്നണിയിലും പാർട്ടിയിലും ഉള്ള എല്ലാ ഡിസിഷൻസിലും വന്ന പാർട്ടിയാണ്. എന്റെ ചോദ്യം, 2014 വ്യാപകമായ ഒരു വാർത്ത ഉണ്ടായിരുന്നു. മാണി സാറ് UDF വിട്ട് LDFന്റെ സപ്പോർട്ടറായിട്ട് ചീഫ് മിനിസ്റ്റർ ആകും. അങ്ങനെ എന്തെങ്കിലും അങ്ങയുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെക്കുലേഷൻ ആയിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് പാർട്ടിക്കകത്തൊരു ചർച്ച വന്നിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ പ്രതികരണം ഉണ്ടായിരുന്നു. ബാർക്കോടെ കേസ് കേരള കോൺഗ്രസിൽ ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കി. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് കണ്ടില്ല. അത് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കോൺഗ്രസിലെ ഏതെങ്കിലും ആളുകളെ ഒറ്റപ്പെടുത്തി അങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് ശരിയല്ല. അത് ഞങ്ങളതിനെ അനുവദിക്കില്ല. കോൺഗ്രസ് തീരുമാനം എടുത്തത് ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളാണ്. ആ തീരുമാനം ഒന്നിച്ചെടുത്തു. അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീരുമാനത്തിൻ്റെ പേരിലോ ഏതെങ്കിലും കാര്യത്തിൻ്റെ പേരിലോ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താനോ നേതാക്കളെ ഒറ്റപ്പെടുത്തി സംസാരിക്കാനോ ശ്രമിച്ചാൽ അത് അനുവദിക്കാനാവില്ല. അതിനെ ഞങ്ങൾ ശക്തമായി ഒന്നിച്ചു കോൺഗ്രസിനെ കേരള കോൺഗ്രസ് വിട്ടുപോകുന്നത് വഴി പോകുന്ന പോക്കിൽ കോൺഗ്രസിന് ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കുന്നത് ഒരു കാരണവശാലും അല്ല. നമുക്കിത് എല്ലാം ഇന്നത്തെ സാഹചര്യത്തിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അത് ഞാൻ അതേക്കുറിച്ചൊന്നും ഇപ്പൊ പറയുന്നില്ല. പുറത്തു വിടണമെന്ന് അങ്ങ് പറയുന്നു. അവരുടെ പ്രധാനമായും വെക്കുന്ന ഒരു കാരണമാണ് ശരി. കാണാം കെ എം മാണി UDF വിട്ടതിൽ അതിയായ ദുഃഖമുണ്ടെന്നാണ് VM സുധീരൻ ഇപ്പോൾ പറഞ്ഞത്. പെട്ടെന്നെടുത്ത ഒരു തീരുമാനം എന്ന നിലയിലെ ഇതിനെ കാണാനാകൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒപ്പം അവസരവാദ രാഷ്ട്രീയത്തിന്റെയും ഭാഗ്യാന്വേഷണത്തിന്റെയും സാധ്യത തേടിയുള്ള ഒരു നീക്കമാണ് കെ എം മാണിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. വളരെ താമസിയാതെ തന്നെ മുന്നണി വിട്ടതിൽ ദുഃഖിക്കേണ്ടി വരും എന്നുള്ള ബോധ്യപ്പെടും എന്നുള്ള വാക്കുകൾ കൂടി VM സുധീരനിൽ നിന്നുണ്ടായിരിക്കുന്നു.